അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്റർവ്യൂവിന് വേണ്ടി ഒരു സ്ത്രീ വിളിച്ചു. സലാം പറഞ്ഞു, ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും സലാം പറഞ്ഞു, ഒന്നും മിണ്ടുന്നില്ല. അപ്പോ ആ സ്ത്രീ ചോദിച്ചു, നിങ്ങളെന്താ ഒരു സ്ത്രീകളോട് സലാം പറയുന്നത്? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങള് മുജാഹിദാണോ? ഞങ്ങൾ സുന്നിയാണ്. സുബ്ഹാനല്ലാഹ്, സുന്നത്തെടുക്കുന്ന ആളുടെ പേരല്ലേ സുന്നി? അപ്പൊ ഞാൻ സുന്നിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കട്ടാക്കി. പിന്നെയും വിളിച്ചു അവര്. അപ്പോ തിരിച്ചു ചോദിച്ചു, സലാം പറയല് ഹറാമും സംസാരിക്കല് ഹലാലുമാണോ? അത് അത്യാവശ്യമായിട്ടല്ലേ? 3, 4, 5 പ്രാവശ്യം ആ സ്ത്രീ വിളിച്ചു. കുറെ നേരം സംസാരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും സംസാരിക്കലൊക്കെ അത്യാവശ്യമാണോ എന്ന്. അപ്പോ എന്താണ് വിഷയം? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമുക്ക് സ്വർഗം തരാൻ വേണ്ടി ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു. പരിശുദ്ധ ഖുർആൻ ഇറക്കി. ഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹ. സലാം കിട്ടിയാൽ നിങ്ങൾ അതിനേക്കാൾ നന്നായി മടക്കണം, അല്ലെങ്കിൽ അത്രയെങ്കിലും മടക്കണം എന്ന് പറഞ്ഞു. വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാമ ലസ്ത മുഅ്മിന. നിങ്ങൾക്ക് സലാം പറഞ്ഞ ആളോട് നിങ്ങൾ മുഅ്മിനല്ല എന്ന് പറയരുത്. സമസ്തക്കാർ ചിലർ പറയും, നിങ്ങളോട് സലാം പറയില്ല, നിങ്ങൾ സലാം പറഞ്ഞാൽ മടക്കൂല. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. മുസ്ലിമിനോട് ഉള്ള കടമയിൽപ്പെട്ടതാണ് സലാം പറയൽ, അല്ലേ? ഇദാ ലഖീതഹു ഫസല്ലിം, കണ്ട സലാം പറയാം. അപ്പോ സമസ്തക്കാര് മുഅ്മിനായിട്ട് കാണണ്ട, മുസ്ലിമായിട്ട് കണ്ടൂടെ? അപ്പൊ എന്താ പ്രശ്നം? അള്ളാഹുവെ കാക്കണേ തൗഹീദ്, ഇബ്രാഹിം നബിയെ കാക്കണേ ശിർക്ക്, ഈസാ നബിയെ കാക്കണേ ശിർക്ക്, ശ്രീരാമ രക്ഷിക്കണേ ശിർക്ക്. നമ്മൾ തൗഹീദിന്റെ കൂടെയാണ്. പിന്നെ എന്താണ് ഇവിടെ വിഷയം? ഹദീസ് കണ്ടാലും ഹദീസ് കേട്ടാലും ആയത്ത് കണ്ടാലും ആയത്ത് കേട്ടാലും അതൊക്കെ അംഗീകരിക്കണമെങ്കിൽ വേറെ ആരുടെയോ കയ്യൊപ്പ് വേണം, മേലപ്പ് വേണം എന്നാണോ സമസ്ത ലോകത്തെ പഠിപ്പിച്ചത്? തബ്ലീഗ് ജമാഅത്ത് ലോകത്തെ പഠിപ്പിച്ചത്? ഈ സ്ത്രീ തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപനത്തിൽ പഠിച്ച ഒരു സംവിധാനത്തിലാണുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇതാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഇതാരാ പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ കൽപ്പന വ്യക്തമാണ്. സൂറത്തുൽ ഹസ്റിലെ 7-ാമത്തെ ആയത്ത് എന്താ പറഞ്ഞത്? വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു. റസൂല് കൊണ്ടുവന്നത് എടുക്കിൻ എന്നാണ്. വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. നിസാ 80-ാമത്തെ ആയത്ത്. റസൂലിനെ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിക്കല. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അള്ളാഹുവിനെയാണോ സ്നേഹിക്കുന്നത്? എന്നെ പിൻപറ്റുവിൻ എന്ന് നബിയെ നിങ്ങൾ ലോകത്തോട് പറയൂ എന്ന് ആലു ഇമ്രാൻ 33-ാമത്തെ ആയത്ത്, അല്ലേ? വഇൻ തുതീഊഹു തഹ്തദൂ. സൂറത്തുൻ നൂറിൽ 54-ാമത്തെ ആയത്തിൽ നിങ്ങൾ റസൂലിനെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹിദായത്തിലാണ്. നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പഠിക്കേണ്ടത്? ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. നിങ്ങൾ വിശ്വസിച്ച പോലെ ജനങ്ങളെല്ലാം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹിദായത്തിലാണെന്ന് സഹാബത്തിനോട് അള്ളാഹു പറയുകയാണ്. സൂറത്തുൽ ബഖറ 137-ാമത്തെ ആയത്ത്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. നിസാ 115-ാമത്തെ ആയത്തിൽ പറഞ്ഞില്ലേ? എന്താണ്? വ്യക്തമായ ശേഷം, സന്മാർഗം വ്യക്തമായ ശേഷം, ഹദീസ് വ്യക്തമായി, ആയത്ത് വ്യക്തമായി, എന്നാലും എന്ത് ചെയ്യുന്നു? റസൂൽ പറഞ്ഞതിനെതിരായി ചെയ്യുന്നു. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. മുഅ്മിനുകളുടേതല്ലാത്ത വഴി പിൻപറ്റുന്നു. സഹാബത്തിന്റെ വഴി അല്ലാത്ത വഴി പിൻപറ്റുന്നു. അവൻ എങ്ങോട്ടാണോ പോയത് അങ്ങോട്ട് ഞാൻ മടക്കും, നാം അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. അത് എത്ര ചീത്തയായ സ്ഥാനം! അള്ളാഹുവെ കാത്തുരക്ഷിക്കണം. അള്ളാഹു എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം. അപ്പൊ ഇതാണ് പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെ? സൂറത്തുൽ അഹ്സാബിൽ 21-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്?
ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട്. ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തി ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ അള്ളു അലൈഹാ ബിന്നവാജിദ്. എന്റെ ചര്യ, എന്നെ പിൻപറ്റിയ ആളുകളുടെ ചര്യ, അത് നിങ്ങൾ നിർബന്ധമായും സ്വീകരിക്കണം. തമസ്സക്കു, മുറുകെ പിടിക്കണം, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് അബൂദാവൂദിലെ 4607 ഹദീസ്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ ചര്യയെ വെറുക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് ബുഖാരിയിലെ 5063 ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്, അലാ ഇന്ന ലികുല്ലി അമലിൻ ഷിറത്തുൻ, എല്ലാ അമലിനും ഒരു ഉന്മേഷം വേണം, ആവേശം വേണം. അപ്പൊ നല്ല ഗംഭീരമായിട്ട് നിൽക്കണം നമ്മൾ. അമലുകളും ഇബാദത്തുകളും ആരാധനകളും അനുഷ്ഠാനങ്ങളും ദഅവത്തും ഒക്കെ ഉഷാറായിട്ട് ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കും. എന്നിട്ട് പറഞ്ഞു, ലികുല്ലി ഷിറത്തിൻ ഫതറത്തുൻ, എല്ലാ ഉന്മേഷത്തിനു ശേഷം ഒരു തളർച്ച വരും, ക്ഷീണം ഉണ്ടാവും. വമൻ കാനത്ത് ഫതറത്തുഹു ഇലാ സുന്നത്തി ഫഖദ് ഇഹ്തദാ, ആരാണോ എന്റെ ചര്യനുസരിച്ച് ക്ഷീണിക്കുന്നത് ആ ആളാണ് ഹിദായത്തിൽ. വെറുതെ ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്ത്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേർന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ ചെയ്ത് തളരണ്ട. ആ തളരുന്ന ആൾക്കാർ ഫഖദ് ളല്ല, പിഴച്ചുപോയി എന്ന് പറഞ്ഞു അല്ലേ. മന്നഹി, അപ്പൊ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതാണ്. അഹ്മദിന്റെ 6725 ഹദീസ്. എല്ലാവർക്കും അറിയാവുന്ന ഹദീസ് മുവത്തയിലെ 1594. എന്താ? തറക്തു ഫീക്കും അംറൈൻ, ഞാൻ 2 കാര്യം നിങ്ങൾക്ക് തന്നുപോകുന്നു. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് 2 മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കയില്ല. കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ്, വസുന്നത്ത് റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്. അള്ളാഹു അത്തരം സുന്നത്തുകളിൽ ഞങ്ങളെ നീ പിടിച്ചു നിർത്തുകയും ബിദ്അത്തുകളിൽ ഞങ്ങളെ അകറ്റുകയും ചെയ്യണമേ റബ്ബേ, ആമീൻ. എന്ന് മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മാജയിലെ 209 ഹദീസിൽ പറഞ്ഞൊരു കാര്യം, മനഹ്യാ സുന്നത്തൻ മിൻ സുന്നത്തി, എന്റെ ഒരു ചര്യ ആരാണോ ജീവിപ്പിക്കുന്നത്, ആളുകൾ ചെയ്യാത്ത, കുറച്ചാളുകൾ മാത്രം ചെയ്യുന്ന ഒരു സുന്നത്തുണ്ടെങ്കിൽ അതാരാണോ ജീവിപ്പിക്കുന്നത്, ഫഅമില ബിഹാ അന്നാസു, ആളുകൾ ആരൊക്കെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുവോ, കാന ലഹു മിസ്ലു അജ്രി മൻ അമില ബിഹാ, ആരൊക്കെ അത് ചെയ്തോ അതിന്റെ എല്ലാം പ്രതിഫലം ഈ തുടങ്ങി വെച്ച ആൾക്കുണ്ടാകും. എവിടെ തുടക്കം? നബിയുടെ തുടക്കം, സഹാബത്തിന്റെ തുടർച്ചയാണ്. അതാണ് നമ്മൾ തുടരുന്നത്, അല്ലാതെ ഇല്ലാത്തൊരു സുന്നത്ത് ഉണ്ടാക്കില്ല. ഓക്കെ. ലാ യൻഖുസു മിൻ ഉജൂരിഹിം ശൈആ, അവരുടെ കൂലി ഒട്ടും കുറയുകയുമില്ല. മറിച്ചും പറഞ്ഞു, വമൻ ഇബ്തദഅ ബിദ്അത്തൻ, ഒരു ബിദ്അത്ത് ഉണ്ടാക്കി, ഫഉമില ബിഹാ, ആരൊക്കെയോ അത് ചെയ്തു, കാന അലൈഹി ഔസാറു മൻ അമില ബിഹാ, ആരൊക്കെ അത് ചെയ്തോ അതിന്റെ എല്ലാം കുറ്റം. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. ലാ യൻഖുസു മിൻ ഔസാരി മൻ അമില ബിഹാ ശൈആ, അത് ചെയ്ത ആൾക്കാരുടെ കൂലി കുറ്റം ഒട്ടും കുറയുകയുമില്ല എന്ന്. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാക്കി കാണിച്ചതെന്തോ അതാണ് നമ്മളെ നിയമം. സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ അങ്ങനെ നിസ്കരിച്ചു നിങ്ങൾ കണ്ടുപോ, അങ്ങനെ നിങ്ങൾ നിസ്കരിക്കും. ശരി, ഏതാ മദ്ഹബ്? ശാഫി. ഏതാ? ഹനഫി. ഏതാ? ഹംബലി. ഏതാ? മാലിക്. ഓ, നമ്മൾ മുഹമ്മദ് നബിയുടെ മദ്ഹബാണ്. സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ബുഖാരി 639. ഞാൻ എങ്ങനെ നിസ്കരിച്ചു നിങ്ങൾ കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കും. സഹോദരങ്ങളെ, ആരാണ് നമുക്ക് പറഞ്ഞു തന്നത്? 2 ആളൊരു തരീഖത്തും 4 ആളൊരു മദ്ഹബും. ശരി, ഏറ്റവും നല്ല വചനം അള്ളാഹുവിന്റെ വചനാണല്ലോ. ഖുർആനിലുണ്ടോ? ഇല്ല. ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് നബിയുടെ ചര്യയാണല്ലോ. ആണ്. അതിൽ ഇതുണ്ടോ? ഇല്ല. സഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആദ്യത്തെ ഇമാമ് 80-ൽ ജനിച്ച് 180-ൽ മരിച്ച കുഫക്കാരനായ ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയാണ്. ലോകത്ത് 45% മുസ്ലിങ്ങൾ ഈ മദ്ഹബിലാണെന്ന് പറയുന്നു.
രണ്ടാമത്തേത് 93 ജനിച്ച് 179 മരിച്ച ഇമാം മാലിക് മദീനക്കാരൻ റഹിമഹുള്ള 15% ആ മദ്ഹബിലാണെന്ന് പറയുന്നു. മൂന്നാമത്തേത് 180 ജനിച്ച് 204 മരിച്ച വഫാത്തായ ഇമാം ഷാഫിഈ റഹിമഹുള്ള 25% ആളുകളാണ് കൂടെയുള്ളതെന്നല്ല ആ മദ്ഹബുകാരെന്ന് പറയുന്നു. നാലാമത്തേത് അഹ്മദ് ബിൻ ഹംബൽ 164 ജനിച്ച് 249 വഫാത്തായ റഹിമഹുള്ള. അഞ്ചാമത്തേത് ഔസാഇ റഹിമഹുള്ള ഇവിടെ മദ്ഹബ് 85 ജനിച്ച് 157 മരിച്ച സിറിയയിലെ. 6 സുഫിയാൻ സൗരിയുടെ 97 ജനിച്ച് 161 കുഫയിൽ. അങ്ങനെ ഈ മദ്ഹബുകൾ 40-100 കണക്കിന് മദ്ഹബുകളുണ്ട്. ഇവരൊക്കെ മഹാപണ്ഡിതന്മാരാണ്. അവർ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാം. അബൂ ഹനീഫയും ഇമാം മാലിക്കും തമ്മിൽ മദീനയിൽ വെച്ച് കണ്ടുമുട്ടി കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. മാലിക് റഹിമഹുള്ളയുടെ ശിഷ്യനാണ് ഷാഫി. അതുപോലെ ഇമാം ഷാഫിയുടെ ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള. അവരെല്ലാം പറഞ്ഞത് ഹദീസ് സഹീഹായാൽ അതാണ് എന്റെ മദ്ഹബ് എന്നാണ്. എന്റെ മരണശേഷമാണ് അത് ഹദീസ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അതിലേക്ക് മടങ്ങണമെന്നാണ്. എന്റെ വാചകം നിങ്ങൾ മതിലിനപ്പുറത്തേക്ക് വലിച്ചെറിയണമെന്നാണ്. എന്നിട്ടും ഒരു ഹദീസ് സ്വീകരിക്കാൻ, ആയത്ത് സ്വീകരിക്കാൻ ഇവരുടെ കയ്യൊപ്പ് വേണം എന്ന് ആരാ പറഞ്ഞത്? ഇനി ഏത് മദ്ഹബുകാരും ആയാലും സ്വന്തം നാട്ടിലെ ഉസ്താദ് എന്താ പറയുന്നത് അതാണ് പ്രമാണമായി കാണുന്നത്. എല്ലാവരുടെ കാര്യവുമല്ല. അള്ളാഹുവെ കാക്കണേ, ഇതാണല്ലോ ഷാഫിഈ മദ്ഹബ് അല്ലേ? അമ്പങ്ങന്ന് വീരാനോരി പാപ്പ കാക്കണേ, വേങ്ങര കോയ പാപ്പ കാക്കണേ, തിരുവനന്തപുരം പാപ്പ, അജ്മീർ ഖാജ മൊഹീനുദ്ദീൻ ചിസ്തി, സുൽത്താൻ എറവാടി സുൽത്താൻ ബാദുഷാ ഇബ്രാഹിം, ആവൂർ ഷാഹുൽ ഹമീദ് ആണ്ടവര്, മയ്യത്തുപുര സുഹദാക്കൾ, മമ്പറം സയ്യിദ് അലവി ദീലവി തങ്ങള്, കൊണ്ടോട്ടി തങ്ങള്, മനമ്പത്തെ ഫാത്തിമത്ത് സുഹറ, തിരുവനന്തപുരത്തെ ഭീമ, ഉള്ളാളം സയ്യിദ് മദനി, മംഗലാപുരം ഷേഖ സാഹിബ ബീവി, വരക്കൽ മുല്ലക്കോയപ്പങ്ങള്, ഈ ആളുകളോട് ആരോടെങ്കിലുമുള്ള ഇസ്തിഗാസ ഈ മദ്ഹബുകളിലുണ്ടോ? ഇല്ലല്ലോ. ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് ഇസ്തിഗാസ ചെയ്ത ആളുകൾ കലിമ ചൊല്ലിയപ്പോൾ അത് നിർത്തി. ഏതെങ്കിലും ഒരു സഹാബി പിന്നീട് ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സഹാബി ഈസാ നബിയെ കാക്കണേ എന്ന് ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ? അവരൊക്കെ ഇസ്ലാം ആകുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമായ പിന്നെ ചെയ്തിട്ടില്ല. എന്താ കാരണം? ബഹുമാനം കൂടല്ലേ വേണ്ടത്? ആയത്തുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. 250 ആയത്തുകളിലൂടെ 25 സൂറത്തുകളിലൂടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മഹിമ, 2 ഡസൻ സ്ഥലങ്ങൾ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മഹിമ, മറിയം ബീവിയുടെ മഹിമ, ഓരോ മഹിമകളും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ബഹുമാനം കൂടല്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിരക്കണക്കിന് വചനങ്ങൾ ബഹുമാനപൂർവ്വം നഹ്നു അഹഖു ബിഈസ, ഞങ്ങളാണ് ഈസാ നബിയുമായി ഏറ്റവും അടുത്തവർ, നഹ്നു അഹഖു ബിമൂസ, ഞങ്ങളാണ് മൂസാ നബിയോട് ഏറ്റവും അടുത്തവർ എന്ന് പറയല്ലേ ചെയ്തത്. അപ്പോ യഥാർത്ഥത്തിൽ ബഹുമാനം കൂടുമ്പോ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന ഇസ്തിഗാസ സഹാബത്തിന്റെ ഇടയിൽ വ്യാപകമാവുകയല്ലേ വേണ്ടത്? ഒരൊറ്റ സഹാബി റളിയല്ലാഹു അൻഹും കലിമ ചൊല്ലുന്നതിന് മുമ്പ് ഇവരെയൊക്കെ ആരാധിച്ച, ഇവരോടൊക്കെ പ്രാർത്ഥിച്ച, ഇവരോടൊക്കെ ഇസ്തിഗാസ ചെയ്ത ഏതെങ്കിലും ഒരു ആള് പിന്നെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാ അവർക്ക് നബി പറഞ്ഞു കൊടുത്തു, നിങ്ങള് ഇതുവരെ വിചാരിച്ചിരുന്നത് അവർ ഇലാഹാണെന്നാണ്. ഇപ്പൊ അവർ ഇലാഹല്ല നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇലാഹല്ല എന്നുള്ള നിരക്ക് നിങ്ങൾക്ക് ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയോടും ഇസ്തിഗാസ ചെയ്യാം എന്ന് പറഞ്ഞോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് കഴിഞ്ഞിട്ട് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോഴെങ്കിലും ഇതൊന്നും ചെയ്തിട്ടോ എന്ന് പറയുന്നുണ്ടോ? സമസ്ത മുസ്ലിയാക്കന്മാർ തരം കിട്ടുമ്പോഴെല്ലാം തന്നെ അള്ളാഹു അല്ലാത്തവരുള്ള ഇസ്തിഗാസ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു. സഹാബത്തുകൾ ചെയ്തോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 714 ഹദീസ് ഗ്രന്ഥങ്ങളിൽ ലക്ഷക്കണക്കിന് റിപ്പോർട്ടുകളിൽ എവിടെയെങ്കിലും തന്നെ ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ഈസാ നബിയെ, മറിയം ബീവിയെ, ഖുർആനിൽ പറഞ്ഞ ഈ മൗജൂദത്തുകളുടെയും കറാമത്തുകളുടെയും ആളുകൾ, മറിയം ബീവിയെ, സെയ്ദ് ഒരു സഹാബിന്റെ പേര് ഖുർആനിൽ വന്നു അല്ലെ? അവരൊക്കെ ഔലിയ ആണല്ലോ, ആണ്, സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. അബൂബക്കർ സിദ്ദീഖിനെ പറ്റി എത്ര ആയത്തുകളുണ്ട്, ആയിഷ ബീവിയെ പറ്റി എത്ര ആയത്തുകളുണ്ട്. എന്നിട്ട് അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസയുമായി ബന്ധപ്പെടുത്തിയോ? ഇല്ല. അപ്പൊ സഹോദരങ്ങളെ, എന്താണ് നമ്മൾ ജനങ്ങളോട് പറയേണ്ടത്? എന്താണ് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്? അതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. വളരെ സങ്കടമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നാവുകൾ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ നാവുകൾ, അഥവാ അത് പറയേണ്ട നാവുകൾ
ആ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, ആരാധിക്കുന്ന ആ നാവുകൾ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാനാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്. ഒരു ബെൻസ് കാർ പുറപ്പെട്ടു നിൽക്കുന്നു, ലോക്കൽ ബസ് പുറപ്പെട്ടു നിൽക്കുന്നു, നിങ്ങൾ ഏതിൽ കയറും? പൈസ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ ഏതിൽ കയറും? സ്വാഭാവികമായിട്ട് ബെൻസ് കയറും അല്ലേ? സമസ്ത പറയുന്നത് ബെൻസിൽ കയറാനാണ്. അതെല്ലാരും പറയല്ലോ. പക്ഷെ ഏതാ ബെൻസ്? അത് മൊഹിദ്ദീൻ ശേഖേക്കാക്കണേ, മടവുരവിലേക്കാക്കണേ, അണ്ടകുന്ന് വീരാനവരിയേക്കാക്കണേ, ഓമര കോയപ്പാപ്പേക്കാക്കണേ. ഇത് ലോക്കൽ ബസ്. അതാ അള്ളാഹുവേക്കാക്കണേ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവേക്കാക്കണേ എന്ന ലോക്കൽ ബസ്സിലാണ് ഞങ്ങളൊക്കെ കയറുന്നത്. നിങ്ങൾ കൂടെ വരൂ. അതാണ് യഥാർത്ഥത്തിൽ ബെൻസ്, അതാണ് റോൾസ് റോയ്സ്, അതാണ് വിമാനം, അതാണ് ഏറ്റവും വലിയ ബുള്ളറ്റ് വിമാനം, ബുള്ളറ്റ് ട്രെയിൻ. അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചിലർ. ഉസ്താദുമാരെ, നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ? ഈ ആയത്തുകളും ഈ ഹദീസുകളും ഞങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുക ഏതാ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇതിന് ദുർവ്യാഖ്യാനം തേടുകയാണോ? ഈ വാചകങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദുർവ്യാഖ്യാനം തേടുകയാണോ? എന്താ മറുപടി പറയേണ്ടത് എന്ന് ആലോചിക്കുകയാണോ? അതോ ഇതിന് കീഴടങ്ങുകയാണോ? അള്ളാഹുവിന്റെ വിക്രിന് കീഴടങ്ങാൻ അവതരിച്ച ആയത്തിന് കീഴടങ്ങാൻ വിശ്വാസികളെ സമയമായില്ലേ? അല്ലാഹു അക്ബർ. മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ പോലെ ആകാതിരിക്കാൻ കാലം കുറെ കഴിഞ്ഞുപോയി. അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അവരധികം പേരും അധർമ്മികളായി. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സത്യത്തിലേക്ക് മടങ്ങുക, സത്യം പറയുക, സലാം പറഞ്ഞാൽ മടക്കാം, സലാം പറയുകയുമാകാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നിസ്വത്തിൻ, ചില സ്ത്രീകളുടെ അടുക്കലൂടെ നടന്നുപോയി. ഫസല്ലമ, സലാം പറഞ്ഞു. അബൂ ദാവൂദ് 5204. ഫസല്ലമ അലൈഹ ഫനുസല്ലിമു അലൈഹ. ജുമാക്ക് വെള്ളിയാഴ്ച ചില ഒരു സ്ത്രീ മസ്ജിദിൽ വരുന്നു. അവിടെ പുറത്തു വെച്ച് ചില ഭക്ഷണം വിതരണം ചെയ്യുന്നു. ഞങ്ങൾ അവർക്ക് സലാം പറയും, അവർ ഞങ്ങൾക്ക് ഭക്ഷണം നൽകും എന്ന് കാണാം. അസ്മാ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ ഫിൽ മസ്ജിദി യൗമൻ വഉസ്ബത്തുൻ മിനൻ നിസാഇ ഖുഊദ്. ചില സ്ത്രീകൾ മസ്ജിദിൽ ഇരിക്കുന്നുണ്ട്. ഫസല്ലമ അലൈഹിന്ന, അവരോട് സലാം പറഞ്ഞു. ഫറദബ്ന അലൈഹി, സലാം മടക്കി. ഇബ്നു മാജ 3701 ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് സലാം പറയാം, സലാം മടക്കാം. അടിസ്ഥാന വിഷയം അതൊന്നുമല്ല. അള്ളാഹുവിന്റെ ഖുർആനും നബിയുടെ തിരുസുന്നത്തും ഉണ്ടായിരിക്കെ തരീഖത്തിലേക്കും മദ്ഹബിലേക്കും പോകാൻ ആര് പറഞ്ഞു? അതിനോട് പക്ഷപാതിത്വം കാണിക്കാൻ ആര് പറഞ്ഞു? ഈ മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ഇസ്ലാമിന്റെ പണ്ഡിതന്മാരാണ്. അവരൊന്നും തന്നെ നബിമാരല്ല. അവരെല്ലാവരും തന്നെ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരാണ്. അവരെല്ലാവരും സലഫു സാലിഹീന്റെ കൂട്ടത്തിലാണ്. അവരെ അംഗീകരിക്കുക നമുക്ക് നിർബന്ധമാണ്. പക്ഷേ അവരാരും നബിമാരല്ല, അവർ ഖുർആനല്ല. അവരൊക്കെ പറഞ്ഞത് ഹദീസ് കണ്ടാൽ അതിലേക്ക് മടങ്ങണം. അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ അനുഗ്രഹിക്കണം. പാപങ്ങളിൽ നിന്ന് അള്ളാഹുവെ രക്ഷിക്കണം. എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണം. രോഗികൾക്കെല്ലാം ശിഫ നൽകണേ റബ്ബേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നത വനഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നത വനഊദു ബിക മിനൻ നാർ. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.